2025 തൊട്ട് ജനിക്കുന്ന പിള്ളേർ ശരിക്കും പറഞ്ഞാൽ ജനറേഷൻ ബീറ്റിൽ ജനിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അത് 2039 വരെ ആ കാലഘട്ടം ജനിക്കുന്ന ഒരു ജനറേഷൻ ബീറ്റയാണ്. ജനറേഷൻ ബീറ്റ ജനിച്ച പിള്ളേർ പ്രത്യേകം വെച്ചാൽ അവർ ഇൻഡ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇതിനു മുമ്പുള്ള ആൽഫ ജനിച്ച കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടാബ്ലറ്റും സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് കണ്ട് വളർന്നവരാണ്. അതിനു മുമ്പുള്ള ജനറേഷൻ ഇസറാണെങ്കിൽ ഇന്റർനെറ്റ് വന്ന സമയത്തുള്ള കുട്ടികളാണ്. അപ്പോൾ ആ ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ ജനറേഷൻ നമുക്ക് തിരിച്ചിട്ട് നമുക്കറിയാം. ഏറ്റവും പണ്ടത്തെ അതായത് 1945 വേൾഡ് വാർ സെക്കൻഡ് കഴിഞ്ഞിട്ട് ജനിച്ച ആളുകളെ ബേബി ബൂമേഴ്സ് ആണ് പറയുന്നത്. അവർ ഹാർഡ് വർക്കിംഗ് ചെയ്ത ആൾക്കാരായിരുന്നു, ലോയൽ ആയിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഞങ്ങളുടെയൊക്കെ ജനറേഷൻ എക്സ് എന്ന് പറയും. ജനറേഷൻ എക്സിലെ ആളുകൾക്ക് ടെക്നിക്കലി അന്ന് അധികം കാലഘട്ടം ഉള്ള സമയത്തായിരുന്നില്ല ജനിച്ചതെങ്കിലും പിന്നീട് ടെക്നിക്കലി അവർ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. പക്ഷെ ഞങ്ങളാണ് ഈ പഴയ ജനറേഷനും പുതിയ ജനറേഷൻ തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് ജനറേഷൻ എക്സ്. അത് കഴിഞ്ഞിട്ട് വന്ന മില്ലേനിയൽസിലാണ് ആ സമയത്താണ് ഇന്റർനെറ്റ് ശരിക്കും ബൂം ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത്ര വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും നമ്മൾ പണിയെടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് പഠിച്ചിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ്. അതൊരു ഡിഗ്രി എടുക്കുക, ഡിപ്ലോമ എടുക്കുക, എന്നിട്ട് പഠിക്കുക എന്നുള്ള സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇനി അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഒരു 2025 കഴിഞ്ഞിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് അധികം ബാധകമാവില്ല എന്നാണ് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷനും എഡ്യൂക്കേഷനൊക്കെ വലിയ വ്യത്യാസമില്ലാണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ ബേബി ബൂമേഴ്സ് തൊട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത് വിഷയമല്ല. അവർക്കിപ്പോൾ ഓഫീസ് ഉണ്ടാകുന്ന തന്നെ വരില്ല. ഓഫീസ് ഉണ്ടാവുന്ന വെച്ചാൽ ഓഫീസ് ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യേണ്ട അവസ്ഥ എത്തും. കാരണം പല രാജ്യങ്ങളിൽ നിന്ന് കുറെ ആളുകൾ വന്നിട്ട് ഇരുന്നിട്ട് അവർക്ക് കുറച്ച് ടൂൾസും കണക്ടിവിറ്റിയും മാത്രം മതി അവർക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ. ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ ഉണ്ടാവുള്ളൂ ഒരു പ്രോജക്റ്റിന്റെ ഒരു ടൈം പീരീഡ് തന്നെ. അതിൻ്റെ ഉള്ള അവർക്ക് ആ സംഭവം കഴിഞ്ഞിട്ട് അടുത്ത പ്രോജക്റ്റിലേക്ക് പോകാം. അതായത് ജനറേഷൻ ബീറ്റയിൽ വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ പെൻഷൻ ഉണ്ടാവില്ല. അവർക്ക് വേറെ ഒരു സ്റ്റെബിലിറ്റി ഫാക്ടർ ഉണ്ടാവില്ല. സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുക എന്നുള്ള ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോഴെന്നല്ല അവർക്ക് മിക്കവാറും 2-3 പ്രൊഫഷൻ ചെയ്യാനുണ്ടാവും. കരിയേഴ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. അത് ഒരു കരിയർ മാറുമ്പോൾ ഉള്ള ഒരു പാനിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് എപ്പോഴും വരുന്ന ഒരു സംഭവമായിരിക്കാം. അപ്പോൾ അതിലേക്ക് അങ്ങനെ ആ ഒരു സംഭവങ്ങളെയൊക്കെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ഇവരെ ഡെവലപ്പ് ചെയ്യാൻ എന്നാണ് ഇപ്പോൾ ഒരു റിസർച്ച് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഏയുടെ ഡെവലപ്മെന്റ് അത്രത്തോളം മുകളിലേക്ക് പോയിട്ടുണ്ട്. ഒരു 2035 ആകുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള ഒരു 60-80% ജോബ് ഡിസപ്പിയർ ആവുന്ന പറഞ്ഞത്. ഇപ്പോൾ ഉള്ള ജോലികൾ പലതും ഇല്ലാണ്ടായി. അപ്പോൾ ജോലിയുടെ സ്വഭാവം മാറും. അപ്പോൾ അതനുസരിച്ച് ആളുകളുടെ സ്വഭാവം മാറും. അപ്പോൾ പെൻഷൻ എന്നുള്ള സംഭവത്തിന്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പെൻഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 to 60 വർക്ക് ചെയ്യുക, 20 to 60 ഇയേഴ്സിൽ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഒരു 10-20 വർഷം നമ്മളെ സേവ് ചെയ്ത് കാശ് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് പെൻഷൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ 20 to 60 വർക്ക് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള 20 ഇയേഴ്സ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 90 to 110 വരെയൊക്കെ ഭാവിയിലേക്ക് നമ്മുടെ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്ത കാരണം തന്നെ നമ്മുടെ ലൈഫ് സ്പാൻ വർദ്ധിക്കാൻ വളരെ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ കാലം നമുക്ക് ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയുള്ള ജനറേഷൻ വരുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ 20 to 60 വയസ്സ് വരെയുള്ള സേവിങ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും ജോലി ഉണ്ടായി പറ്റും. അപ്പോൾ പെൻഷൻ എന്നുള്ള സംഭവം ഉണ്ടാവില്ല. ചേഞ്ചിങ് ദ മൂഡ് എന്നുള്ള സംഭവമായിരിക്കും വരിക. മോഡ് മാറ്റുക. അതായത് നമ്മൾ പ്രൊഫഷൻ പലതും പഠിക്കുക. പിന്നെ സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ ഷോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഷോർട്ടായിട്ടുള്ള സ്പെഷ്യലൈസ് ഉള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതുകൊണ്ട് ആ ഒരു കോർ പോയിന്റ് മാത്രം എടുത്തിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് ജോലി ചെയ്യുക. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറെ പ്രൊഫഷൻസ് സ്വീകരിക്കാൻ പറ്റും. 2-3 പ്രൊഫഷൻ സ്വീകരിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതൊക്കെ ആയിരിക്കും ഭാവിയിലേക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്താലേ മുമ്പോട്ട് നമുക്കും വെച്ച് കഴിഞ്ഞാൽ ഈ 5 കൊല്ലം പഠിച്ച് അല്ലെങ്കിൽ 4 കൊല്ലം ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെ സംഭവം ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ച് പണ്ട് 5 കൊല്ലം പഠിച്ചപ്പോൾ 4 കൊല്ലം പഠിക്കാവുന്ന ലെവലിലേക്ക് ഇന്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ട് മാറ്റിയിട്ടുണ്ട് ഡിഗ്രിയൊക്കെ. അപ്പൊ അതേപോലെ ഇനി അത് കോഴ്സ് പറയും. ഇനി പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇവരുണ്ടായി വന്നേക്കുന്ന AI സഹായിക്കുന്ന പല കാര്യങ്ങളും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കോഡിംഗ് ആവശ്യമില്ലാത്ത ലെവലിലേക്ക് എത്തി. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമില്ലാത്ത ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് താമസിക്കാൻ എത്തും. അങ്ങനെ ആകുമ്പോൾ അവരുടെ ജോലി അങ്ങ് പോയി കിട്ടും. അപ്പൊ പിന്നെ ഇനിയുള്ള ശരിക്കും പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി, പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ്, ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ മുമ്പോട്ട് പോകാൻ പറ്റുമോ? അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. അതായത് ഇപ്പോൾ AI കൊണ്ടുവരുന്ന ഫാക്ട് എല്ലാം ഫാക്ട് ആണോ, ശരിയായ ഫാക്ട് എന്താണ്, അല്ലെങ്കിൽ AIയുടെ ഫാക്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചിന്ത വേണം. അങ്ങനെ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇങ്ങനെയുള്ള സ്കിൽസ്, ചെറിയ സ്കിൽസ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഒരു കരിക്കുലം വൈറ്റ് CV കാണിക്കുമ്പോൾ സ്കിൽ സെറ്റ് ആയിരിക്കും നമ്മൾ കാണിക്കുക. ആ സ്കില്ലിന് മാത്രമേ പ്രാധാന്യം ഉണ്ടാവും. പിന്നെ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ 4-5 കൊല്ലം കഴിഞ്ഞ് ഡിഗ്രി കിട്ടിയാലും ഡിപ്ലോമ കിട്ടിയാലും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എന്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെടുത്ത് അത്രയും വർഷം ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് വേണ്ടി വരില്ല. കാരണം അത് അവരെ മിടുക്കായിട്ട് ഞാൻ പറയില്ല, അവർക്ക് അത്രയും തൊട്ട് മുമ്പിൽ സാധനങ്ങൾ കിടപ്പുണ്ട്.
അപ്പോൾ അത്രയും കൊല്ലം വേണ്ട. ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് പഠിക്കാനും ഇനിയിപ്പോൾ അത്രയും കൊല്ലമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമുക്ക് അത്രയും ഫെസിലിറ്റി വർദ്ധിച്ചു. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ AI വരുന്ന സ്ഥിതിക്ക് പല കാര്യം ഡോക്ടർമാർ വരെ ഇല്ലാണ്ടാവുന്ന പറഞ്ഞത്. ഇപ്പൊ റോബോട്ടിക് സർജറി തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലായി തന്നെ എഞ്ചിനീയേഴ്സിന് അനലൈസ് ചെയ്യാൻ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് AI വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരാളുടെ ആവശ്യം വരും. ബട്ട് സ്റ്റിൽ ആൾക്കാരുടെ ആവശ്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഫെസിലിറ്റീസും സൗകര്യങ്ങളും കൂടുന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമുക്ക് ജോലി വേണമെങ്കിൽ നമ്മൾ അതിന്റെ മുകളിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ, അതായത് ഇമോഷണൽ ഇന്റലിജൻസ് ഒരിക്കലും ഒരു മെഷീൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറ്റി ആ ലെവലിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഇപ്പോൾ ജെൻ എക്സിലുള്ള എനിക്ക് പോലും ഭാവിയിൽ ജോലി ഉണ്ടാവും. നമ്മളപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന രീതിയിൽ വേണം പോകാൻ. കുട്ടികളോട് പറയുമ്പോഴും കുട്ടികൾ മനസ്സിലാക്കേണ്ടതും അവർ അങ്ങനെ തന്നെയാണ്. കാരണം AI പുറകെ തന്നെ പോയേ പറ്റൂ ഇനിയുള്ള കാലം. പണ്ട് ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇന്റർനെറ്റിൻ്റെ പയ്യെ വന്നേ ഉള്ളൂ, കമ്പ്യൂട്ടർ വന്നു. അപ്പോൾ ഞങ്ങൾക്കെല്ലാം കാണാനുള്ള ഭാഗ്യം കിട്ടി. അതായത് കാളവണ്ടി മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും കണ്ട ഒരു ജനറേഷനാണ് ഞങ്ങളുടെ ജനറേഷൻ. അപ്പോൾ ആ ഒരു പേസ് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ പേസ് നല്ല സ്പീഡ് വന്നുകൊണ്ടിരിക്കുക. പണ്ടത്തെ പോലെ കുറച്ച് സ്പീഡ് വന്നിട്ടല്ല, നല്ല സ്പീഡിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകണേ. അപ്പോൾ അതിനനുസരിച്ച് നാടോടുമ്പോൾ നടുവേ തന്നെ ഓടി നടുകണ്ടം തന്നെ തിന്ന് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് മുമ്പോട്ടേക്കൊരു ഗ്രോത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾ ശരിക്കും ലോകത്തെ കാണുന്നത് നമ്മൾ ജനിച്ചപ്പോൾ ലോകം കാണുന്ന പോലെയല്ല. അപ്പോൾ അവരിപ്പോൾ സിനിമയെ കണ്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ലോകം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് ഇന്റർനെറ്റിലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ സമയത്ത് ഇലക്ട്രിസിറ്റിയെല്ലാം ജീവിച്ച ആൾക്കാരായിരുന്നു നമ്മൾ. പക്ഷെ ഇപ്പോൾ നമുക്കും ജീവിക്കാൻ പറ്റില്ല ഇലക്ട്രിസിറ്റിയിൽ. അപ്പോൾ ഇന്റർനെറ്റ് ഒരു ബേസിക് കാര്യമായിട്ട് മാറി. AI എന്നുള്ളതും വളരെ ബേസിക് കാര്യമായിട്ട് മാറും. ഒരു 10 കൊല്ലത്തിനുള്ള AI എന്നുള്ളത് വളരെ ബേസിക് കാര്യം. നമ്മുടെയൊക്കെ വീടുകളിലെ AI റിലേറ്റഡ് ആയിട്ടുള്ള അടുക്കളയിൽ പോലും ചിലപ്പോൾ റോബോട്ട്സ് ആയിരിക്കാം. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ റോബോട്ട്സ് ആയിരിക്കും കൂടെ ഉണ്ടാവുക. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികളെ എങ്ങനെ വളർത്തും, അല്ലെങ്കിൽ അവർക്ക് എന്ത് ഫീഡ്ബാക്ക് കൊടുക്കും എന്നുള്ളത് നമ്മുടെ പഴയ തലമുറ പറയുന്ന പോലെ നടക്കില്ല. പുതിയ രീതിയിൽ പുതിയ കാര്യങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ അവർക്കും ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ.